ഹലോ ഗായ്സ്, ഗോഡിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നറൂട്ടോയുടെ ബാക്കിയുള്ള മൂന്നെണ്ണം കൂടെ കളിക്കാനുണ്ട്. അത് കളിക്കണം ഗൈസ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു കുഴപ്പമുണ്ട്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ വോയിസ് ഇട്ടായിരുന്നു, പക്ഷേ മഴ കാരണമൊന്നും കേൾക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ മിഷനിലേക്ക് കടക്കാം. ആദ്യം ചെയ്യുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരത്തിൻ്റെ മണ്ടക്കിൽ ചാടുന്നൊരു മിഷനാണ്. നിങ്ങൾ എൻ്റെ കൂടെ കളിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഞാൻ ലിങ്ക് ഇട്ട് തരാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ലിങ്ക് ഇട്ട് തരാം. ഓക്കെ പ്ലീസ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സിൽ, അതായത് ഞാൻ ഡെസേർട്ടിൽ വണ്ടാ പിടിക്കുന്നൊരു ഷോട്ട് ഇട്ടായിരുന്നു. അതിനകത്ത് ഒരു ബ്രോ എന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞ് ഉള്ളി വണ്ടപ്പ് ചലഞ്ച് കളിക്കാൻ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു കളിക്കാമെന്ന്. അപ്പം നാളെയോ മറ്റന്നാളോ അതിൻ്റെ വീഡിയോ വരും. അപ്പോൾ എല്ലാവരും ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, സബ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മരത്തിൻ്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് ചാടി വേണ്ട മേളിൽ 6700 അത് മൊത്തം എടുക്കണം. അതായത് ഈ 80 സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് കളിക്കണം. ലിങ്ക് അവിടെ പറഞ്ഞാൽ മതി ഗൈസ്. പിന്നെ സബ് ചെയ്യണേ. ഇതെനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഗൈസ്. എന്ത് ചെയ്യാൻ, മഴയായിപ്പോയി, മൊത്തം കഷ്ടകാലമായിപ്പോയി മാച്ച്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഹെഡ്സെറ്റ് കേടായി, പുതിയൊരെണ്ണം വാങ്ങണം. അതിൻ്റെ ഒരു ഭാഗം കേൾക്കുന്നില്ല, പിന്നെ ഒരുമാതിരി സൗണ്ടും കേൾക്കുന്നു. എന്നാലും വീഡിയോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, കളി ജയിച്ചിട്ടുണ്ട്. നമ്മൾ ഫിനിഷായി. നമ്മൾ സാസുകി സാക്കുറൊക്കെ ആയിട്ട് നമ്മൾ കളിച്ചിട്ടുണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നോക്കട്ടെ. നെക്സ്റ്റ് ലോഡിങ് ഇപ്പോൾ വരും. ലോഡിങ് ഗൈസ്. ഞാൻ സ്ട്രീം ചെയ്യുന്നതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കെ. ഞങ്ങളുള്ള സ്ട്രീം ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത എന്താണെന്ന് നോക്കാം. മിഷൻ കംപ്ലീറ്റഡ്, എല്ലാം കഴിഞ്ഞു. 40,000 രൂപ കിട്ടി. ഇത് റൈസ് അങ്ങനെയുള്ള സാധനമാണ്. സീക്രട്ട് സ്കോഡ് വന്നത്. എന്നാലേ നമുക്ക് പിന്നെ എടുക്കാം. ഇപ്പം ടൈമില്ല, വെറുതെ ഈ ഒരു സമയം കളയുന്നതിനാണ്. ട്രെയിനിങ് മാസ്റ്റർ കൺട്രോൾ ചാക്ര കൺട്രോൾ ചെയ്യാൻ പോണ ഗൈസ്. സെറ്റ് ചെയ്യാം. അവൾ മരത്തിന് കയറി ചാക്ര കൺട്രോൾ ചെയ്യാൻ പോണ്. ഓക്കെ, നറൂട്ടോ ഓടുവാണ്. മറ്റേപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ അങ്ങോട്ടും ചാടുന്നൊക്കെയുണ്ട്. എല്ലാം ഓക്കെയാണ്. ഭയങ്കര സ്പീഡ്. ഇതിനകത്ത് മറ്റേപോലെയൊക്കെ തന്നെയാണ്. മേളിലാണ് ഇത് 1000, മറ്റേ 8000 ആയിരുന്നു. ഇത് 1000 മാത്രമേ ഉള്ളൂ. ഇത് മറ്റേ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു, തടിയെ വാങ്ങിച്ചു. ഓക്കെ, സ്പീഡിൽ തവള ചെയ്യണം. സ്പീഡിൽ 1 മിനിറ്റ് സമയമുണ്ട്. സ്പീഡിൽ ചെയ്യണം. മറ്റിനകത്ത് 1 മിനിറ്റ് കൂടുതലൊക്കെ ഉണ്ട്. ഇത് 1 മിനിറ്റേ ഉള്ളൂ. അയ്യോ, പിടച്ച്. സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചപ്പോഴേ മനസ്സിലായി പിടക്കുന്നു. അപ്പം ഇതും കഴിഞ്ഞിട്ട് ഗൈസ് കാണാം നമുക്ക്. ഇത് ഇത്രേ ഉള്ളൂ. ഇത് വലുതായിട്ടൊന്നും ഇല്ല. നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ സ്പീഡ് മാത്രമേ ഉള്ളൂ. ഞാനിതിപ്പോൾ കഴിഞ്ഞിട്ട് കാണാവേ ഗൈസ്. നമ്മളപ്പോൾ കളി ജയിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. വിന്നറായി. 21 സെക്കൻഡ് ബാക്കിയൊക്കെ നമ്മൾ കളി ജയിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ കളി ജയിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഒരെണ്ണം കൂടെ ഉള്ളു. ഇത് രണ്ടും വരുന്നത് പെട്ടെന്ന് തീർന്നത്. ഇനി ഒരേ ഒരു സാധനം കൂടെ ഉള്ളു. വീഡിയോയുടെ ലെങ്ത് നന്നായിട്ട് കുറഞ്ഞെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ കൂടിയെന്നുള്ള വരാതിരുന്നു. ഇപ്പം നന്നായിട്ട് കുറഞ്ഞെന്നാണ് തോന്നുന്നത്.
ഇൻഗ്രീഡിയൻറ്റ് ബാഗ് കിട്ടി. നല്ലോണം കുറഞ്ഞു നിന്ന് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ വീഡിയോ എടുത്തപ്പോൾ 15 മിനിറ്റ് ആയിരുന്നു. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം. കാക്കാഷി ഹാഷ്ടാഗ് ആയിട്ടുള്ള മത്സരം അത് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇത് വേണം. ഒരു മിഷൻ ചെയ്ത് മിഷൻ XP കിട്ടണം. നമുക്ക് മിഷൻ XP ആണ് ഏറ്റവും കൂടുതൽ ആവശ്യം. മിഷൻ XP ഇപ്പോൾ 13 ഉള്ളു. നമുക്ക് 16 വേണം. 16 വേണമെങ്കിൽ മേളൊരു വട്ടത്തിൽ കാണുന്ന ഒരു വട്ടം പോലത്തെ സ്ഥലത്ത് ചെന്നാൽ കിട്ടും മിഷൻ XPക്ക് വേണ്ട മിഷൻ. അവിടെ പോയി മിഷൻ എടുക്കാം. പെട്ടെന്ന് പോകണം. പിന്നെ കഴിഞ്ഞ ഇതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇപ്രാവശ്യം ഗ്രാഫിക്സ് കൂട്ടി വീണ്ടും കളിക്കാമെന്ന്. പക്ഷേ ലാഗ് സമ്മതിക്കുന്നില്ല. ഈ ഗെയിം മാത്രമല്ല, എൻ്റെ ഫ്രീ ഫയർ ഉണ്ട്, മൈൻക്രാഫ്റ്റ് ഉണ്ട്, പിന്നെ വേറെ കുറച്ച് ഗെയിംസും ഉണ്ട്. പിന്നെ മറ്റേ മിനി ബിൽട്ട് ഉണ്ട്. അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് പറഞ്ഞത് മിനി ബിൽട്ടൊക്കെ പിന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം. പക്ഷേ മൈൻക്രാഫ്റ്റ് സ്വന്തമായിട്ടൊരു വേൾഡുണ്ട്. പിന്നെ മിനി ബിൽട്ട് പിന്നെ എന്തുവാ മിനി ബിൽട്ട് ഒക്കെ കുഴപ്പമില്ല. മൈൻക്രാഫ്റ്റ് കളയാൻ പറ്റത്തില്ല, കാരണം ഒരു വേൾഡുണ്ട്. പിന്നെ ഫ്രീ ഫയർ ഒരിക്കലും കളയാൻ പറ്റത്തില്ല, വീഡിയോ ഉണ്ടാണ്. അതുകൊണ്ടാണ് നമുക്കെന്തായാലും ചേച്ചിയോട് സംസാരിക്കാം. ചേച്ചിയല്ലേ? അതെ ചേച്ചിയോട് സംസാരിച്ച് ഡീറാങ്ക് വിഷയം കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് സംസാരിച്ചു പോകാം. അത് വലിയ കാര്യമൊന്നുമില്ല. ആട്ടോ ശ്രമിക്കുന്നുണ്ടല്ലോ ഇടക്ക്. നല്ല കാര്യം. ഒക്കെ വിഷയം കംപ്ലീറ്റായി. ഇത്ര എളുപ്പമുള്ള മിഷൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, മിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ 1 സെക്കൻഡ് ഇതിനകത്ത് ഇങ്ങനെ കൈയും പൊക്കി ഇങ്ങനെ കഴിക്കും. അവന് എളിയുന്നുണ്ടോ? എളിയാണെ പറയണം, പിന്നെ സബ് ചെയ്യണം, എന്നാലേ വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. അതായത് സബ് ചെയ്താൽ നമുക്ക് വീഡിയോ ഇടാനുള്ള കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കും. ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. പിന്നെ വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്യും. അടുത്ത നമ്മൾ ആ മിഷൻ ചെയ്തിട്ടുണ്ട്, അതിന് ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈഡിൽ കാണും 3 മണിക്കൂർ ഞാൻ കളിച്ചത്. അതിപ്പോൾ കറക്റ്റായിട്ട് ഞാൻ അരമണിക്കൂർ ഇട്ട 2 വീഡിയോയും ഇപ്പോൾ ഉള്ള ഈ 10 മിനിറ്റുള്ള വീഡിയോയും കൂടെ ചേർത്താണ് 3 മണിക്കൂർ ഞാൻ കളിച്ചത്. അപ്പോൾ എത്രത്തോളം ഞാൻ ഷോർട്ടാക്കിയിട്ടുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയത്. അത്ര ഇതാണ് സ്ലോയിലാണ് ഈ ഗെയിം മുന്നോട്ട് പോകുന്നത്. അത് പെട്ടെന്ന് കളിയൊന്നും തീർക്കാനൊന്നും പറ്റത്തില്ല. അടുത്തത് നമ്മൾ ചെയ്യാൻ വേണ്ടുന്നത് അടുത്തെടുക്കാൻ വേണ്ടത്തില്ല. അടുത്തെടുക്കണമെങ്കിൽ ഒബ്ജക്റ്റ് നശിപ്പിക്കണം. അതാണ് കറക്റ്റായിട്ട് അതുപോലെ ഉണ്ട്. അമ്പാണ് നമുക്കെന്തായാലും അടുത്ത ആവശ്യം ചെയ്തേക്കാം. അതായത് സമയങ്ങളെന്തിനാണ് ഡി അല്ല, നമുക്ക് ഗരിയ ട്രെയിനിങ് ആർക്ക്. ട്രെയിനിങ് ആർക്ക്, അതാണ് എക്സാം അല്ല, ട്രെയിനിങ് ആർക്ക്. റൗണ്ടൊക്കെ എളുപ്പമാണ്. ഇത് അത്യാവശ്യം കളിക്കാൻ പറ്റുന്ന രീതികളിലാണ് കാണിച്ചേക്കുന്ന. ബാറ്റിൽ കണ്ടീഷൻസും സ്പോർട്സ് കണ്ടീഷൻസും നേരെ നമുക്ക് ഗെയിം കളിക്കാം. ഈ സ്റ്റാർട്ടായിട്ടുണ്ട്. വീണ്ടും സമ്മറി. ഈ സമ്മറി, ലോഡിങ്, ഇതൊക്കെയാണ് സഹിക്കാൻ വയ്യാത്തത്. പിന്നെ കളി ജയിച്ചാൽ റൂട്ടുകൾ ഇങ്ങനെ ചിരിക്കുന്നത്, അതൊക്കെ സഹിക്കാൻ പറ്റുന്നത്. കാക്കാഷി അട്ടാക്ക് ഫൈനൽ എക്സാം ടൈം 2 ടീമൊക്കെ ഓക്കെ. കക്കാഷി നറൂട്ടോ ആയിട്ടുള്ള 2ാമത്തെ ഫൈറ്റാണ്. ആദ്യത്തെ ഫൈറ്റ് കഴിഞ്ഞ അങ്ങേ എപ്പിസോഡ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ എപ്പിസോഡ് ഇട്ടെങ്കിൽ ഇത് 3ാമത്തെ എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവർ കണ്ടിട്ട് 2ാമത്തെ എപ്പിസോഡ് കണ്ടിട്ട് 3ാമത്തെ എപ്പിസോഡ് കാണാനുള്ളൂ. എന്നാലേ വല്ല മനസ്സിലാകത്തുള്ളൂ. കക്കാഷി അടിച്ചിട്ട് അത്രേ ഉള്ളു. ഫുൾ പവർ എടുത്തിട്ട് ഷാഡോ ക്ലോൺ ഉപയോഗിച്ച് ഈ ഒരു ഷാഡോ ക്ലോൺ ഫൈറ്റ് തന്നെയാണ്. അങ്ങോട്ട് 10-20 ഷാഡോ ക്ലോൺ ഉപയോഗിക്കുന്നു. കക്കാഷിയുടെ നേരെ ഓടുന്നു, ചാടി വീഴുന്നു.
പന്തി എന്ന് പറഞ്ഞാൽ വീണ്ടും ചാടി വീഴാൻ വേണ്ടി ചെല്ലുന്നു. കുറേ എണ്ണം ദേഹത്ത് കീറിയിട്ട് അതിനകത്ത് കിടന്ന് ഓടുന്നു. എല്ലാം കൂടെ ചാടി പറഞ്ഞിട്ട് ഒരുത്തൻ്റെ കാലെ പിടിക്കുന്നു, അവൻ്റെ വേറെ കാലം അങ്ങനെ 10 പറഞ്ഞ് അങ്ങനെ പിടിക്കുന്നു. കുറേ എണ്ണം മിസ്സാകുന്നു. അത് അവിടെ തന്നെ വെച്ച് ഇതായി പോകണം. ഓക്കെ, കാക്കാശിയുടെ കാൽഭാഗം പണി തീർത്തിട്ട് എല്ലാ ഷാഡോ ക്ലോൺ നശിച്ചിട്ടുണ്ട്. റൂട്ട് അടിക്ക് ക്യാരക്ടറൊക്കെ വെച്ചടി. അവക്കുറെ മറ്റേ വലയിട്ട് വെച്ച് പിടിക്കാനായിട്ട് ടെക്നോളജി അതാ സംഭവം. റൂട്ടോടെ ടെക്നോളജി കാണിച്ചു കൊടുക്കുക ഗൈസ്. ഈ സാധനം നമ്മൾ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ജ്യൂസ് വെച്ച് രക്ഷപ്പെട്ട് കാക്കാശിയുടെ ദേഹത്തെ അടിച്ച് കാക്കാശിയുടെ നിലം പരിച്ചാകണം. കാക്കാശി വേദന കൊണ്ട് പൊളയണം. കാക്കാശി അടിച്ചിട്ട് കണ്ടോ ഗൈസ്. കാക്കാശി എണീക്കും. കാക്കാശി എണീറ്റാൽ തന്നെ കയറിച്ചത് ഒറ്റ ചവിട്ട്. ഉന്തിത്തള്ളി മേലോട്ടി ഔട്ട്, താഴോക്കി ഒറ്റ ചവിട്ട്. കാക്കാശിനെ മുക്കാൽ പണി തീർത്തിട്ടുണ്ട്. ഇതെന്താ പറയും ചക്രമായിട്ടുള്ള എന്തുവാ ഷെറീഗനല്ല, ഇത് ഷെറീഗുൻ അങ്ങനെയുള്ള ഒരു പേര്. ഈ എറിയുന്ന സാധനത്തിന് അത് ആ പേരെന്ന് പറഞ്ഞേക്കെ. ലോങ് ചെയ്ത് സേഫായിട്ട് കളിക്കുക രണ്ടും കൂടെ. കളിച്ച് അപ്പം ഈ കളി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാറൂട്ടോ ഉസുവാക്കി ടീം കളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഫൈനൽ എക്സാമും കഴിഞ്ഞിട്ടുണ്ട്. ഈ 3 എപ്പിസോഡുണ്ട്. ഫസ്റ്റ് ഗോള് ഗരീൻ ട്രെയിനിങ് ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചുരിയനായിരിക്കും. അതല്ല ചുരിയൻ തന്നെ അടുത്ത ചുരിയൻ ചെയ്യണം. ചുരിയൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ ഈ ഗെയിം ആദ്യമായിട്ടാണ് കളിക്കുന്നത്, അതുകൊണ്ട് ഒരു പിടിയുമില്ല. ഞാൻ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കുറേ കണ്ടായിരുന്നു. ഓക്കെ, ഗരീൻ ട്രെയിനിങ് ആർക്ക്. ഇത് ട്രെയിനിങ് തന്നെ. എൻ്റെ ചുരിയ ട്രെയിനിങ് ആർക്ക്, ചുരിയ എക്സാം ആർക്ക്. ട്രെയിനിങ് തന്നെ പറഞ്ഞത് അല്ല. ഇപ്പം ഗരിയ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഗരിയ കഴിഞ്ഞതേ ഉള്ളു. ഇനി ചുരിയൻ. കാക്കാശിനെ കിട്ടിയിട്ടുണ്ട്. ജനറൽ സ്റ്റോറേജിൽ എന്തോ വന്നിട്ടുണ്ട്. ട്രഷർ ബോക്സ് വന്നിട്ടുണ്ട്. ആർട്ട് ഓഫ് സ്വിമ്മിങ് വന്നിട്ടുണ്ട്. ഗരീൻ ട്രെയിനിങ് ആർക്ക് കഴിഞ്ഞ് ചുരിയൻ എക്സാം ആർക്ക്. എന്നാലും ഇപ്പം ഇത് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിൽ വരുന്നില്ല ചെയ്യാൻ. എന്നാലും ഇത് ചെയ്യുന്നില്ല. അടുത്ത എപ്പിസോഡിലേക്ക് കാണാം ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബൈ ഗൈസ്.